ഒരു ഓർഫിഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയും. ഈ സാധനം ജപ്പാനിൽ ഒരു ബീച്ചിൽ കണ്ടു. ഈ സാധനം കടൽ തീരത്തൊന്നും വരൂല, അതായത് സർഫസിലേ വരാത്ത സാധനമാണ്. ഏകദേശം കടലിൻ്റെ 1 കിലോമീറ്റർ അടിയിൽ മാത്രം കണ്ടുവരുന്ന ജീവിക്കുന്ന ആ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു മീനാണിത്. ഈ മീൻ ഇതിന് മുന്നേ വന്നിട്ടുള്ളത് 2011 ജപ്പാനിലെ സുനാമിൻ്റെ മുന്നാണ്. ഇത്രയും കുറേ സ്ഥലങ്ങളിൽ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജപ്പാനിൽ ഓൾറെഡി ഒരു തിയറി ഉണ്ട്, അവർ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ഡൂംസ്ഡേ ഫിഷ് വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഗോഡ് നമുക്ക് ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും ഒരു കലാമിറ്റി വരുന്നതിന് മുന്നേ സെൻഡ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഈ ജപ്പാനിൽ വിശ്വസിക്കുന്നുണ്ട്. പണ്ട് മുതലുള്ള ഒരു വിശ്വാസമാണ്. ആ സാധനമാണ് ഈ ഫിഷ് തന്നെയാണ് 2011 അവരുടെ സുനാമിയുടെ മുന്നേ ജപ്പാനിൽ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിശ്വാസം പറഞ്ഞു. അതെ, ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ നെറ്റിൽ അടിച്ചോട്ട് കാണാം, അവരുടെ മെത്തഡോളജിയിൽ ഇങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സയന്റിഫിക്കലി ഇങ്ങനെ കടലിന്റെ അടിയിൽ ഒരു ഭൂമി കുലുക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ബട്ട് എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ്. ഇതേ പോയിന്റ് തന്നെ നമ്മൾ വേറെയും പല കാര്യങ്ങളും കണ്ട്. അതായത് കഴിഞ്ഞ വീക്കിൽ തന്നെ നടന്ന സംഭവമാണ് ഒരു ആംഗുലർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷ് തലന്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ചില്ല. എല്ലാ സോഷ്യൽ മീഡിയയിൽ അത്രയും പോപ്പുലർ സാധനം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്രക്കും ഡീപ് സീയിൽ നിൽക്കുന്ന സാധനം മേലേക്ക് എത്തിയില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജപ്പാനിൽ കണ്ട ഫിഷ് ഏകദേശം 3000 ഫീറ്റ് അടി, അതായത് 1 കിലോമീറ്റർ അടിയിലാണ് വരുന്നത്. പക്ഷേ ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മുതൽ 3 കിലോമീറ്റർ വരെ അണ്ടർ വാട്ടറിൽ ജീവിക്കുന്ന ഫിഷാണ്. ഇതിന് ഒരിക്കലും മുകളിൽ വരേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ മുകളിൽ ജീവിക്കുന്ന ഫിഷേ അല്ലത്. ഇതിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇത് ജീവിക്കുന്ന സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഡീപ്പിലാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒഡീഷയിൽ ഇതാ 600ഓളം ആമകൾ, ഒരു ഒലീവ് ലിവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി പെട്ട ആമകൾ വന്നിട്ട് മരിച്ച് ബീച്ചിലേക്ക് അടിഞ്ഞ്. അതേപോലെ തന്നെ സമ്മറിൻ മെക്സിക്കോയിൽ 150ഓളം കില്ലർ ഷാർക്കുകൾ വന്ന് ചത്തടിയാണ്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിയറി ഒന്നും അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി പ്രൂവൺ അല്ലെങ്കിൽ ബാക്ക് ആയിട്ടുള്ള ഒരു തിയറി ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ ഇതുമായി കണക്ട് ചെയ്ത വേറെ സാധനം, തുർക്കിയിൽ കൊയറായിട്ടുള്ള വേവ്സ് ഫിഷർമെൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ സാധാരണ വേവില്ല, അതിന് പകരം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വേവ്സ് ഇങ്ങനെ കാണുന്ന രീതിയിൽ. അതേപോലെ തന്നെ വേറൊരു സയന്റിസ്റ്റ് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഓസ്ട്രേലിയൻ കോറൽ റീഫ് ഉണ്ട്, അത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള അത്രയും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു കോറൽ റീഫാണ്. അവിടെ ബ്ലീച്ചിങ് എഫക്റ്റ് നടക്കുന്നുണ്ടെന്നില്ല, അതായത് കോറൽ ലൈഫിൻ്റെ കളർ നഷ്ടപ്പെടുക, അത് എല്ലാം വൈറ്റ് കളറാവുക. നമ്മൾ നാട്ടിലെ കാര്യങ്ങളും വാറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ 70% വെള്ളമാണ്, കടലാണ്. അപ്പോൾ ഇത്രയും ഏരിയസിൽ അവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, കടലിന്റെ അടിയിൽ കാര്യമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈയിങ് കാർ വരുന്നു, AI വരുന്നു, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കപ്പാസിറ്റി ഉള്ള നാച്ചുറൽ കലാമിറ്റീസ് വരാൻ നമ്മൾ അധികം ദൂരം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അടിച്ചു പോയി നമ്മൾ ബാക്ക് ടു സീറോ എത്താൻ വേണ്ടിയിട്ട് അധികം സമയമില്ല ഇതുപോലെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വന്നപ്പോൾ.